ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 14. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാഭായിനോ നിത്യ താൻ തിതിക്ഷസ്വ ഭാരത. ഹേ കുന്തിപുത്ര, അല്ലയോ അർജുന, മാത്രാസ്പർശാസ്തു, സ്പർശം തുടങ്ങിയ മാത്രകൾ, ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാണ് മാത്രകൾ. അവ ശീതോഷ്ണ സുഖദുഃഖദാഹ, ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയെ നൽകുന്നവയാണ്. അവ എങ്ങനെ നൽകുന്നവയാണ്? ആഗമാപായിനഹ, വന്നു പോകുന്നവയാണ്. അതായത് അനിത്യങ്ങളാണ്, ഒരിക്കലും സ്ഥായിയായി നിലകൊള്ളുന്നവയല്ല. ഹേ ഭാരത, അല്ലയോ ഭാരത, താൻ അവയെ തിതിക്ഷസ്വ, തിതിക്ഷ ചെയ്താലും സഹിച്ചാലും എന്ന് പറയുകയാണ്. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ശീതോഷ്ണ സുഖദുഃഖങ്ങൾ അത് മാറി മാറി വരുന്നവയാണ്. നല്ല ഉഷ്ണകാലത്ത് നമ്മൾ തണുപ്പ് നമുക്ക് സുഖമാണ്. എന്നാൽ നല്ല തണുപ്പ് കാലത്ത് നമുക്ക് വീണ്ടും തണുപ്പ് തന്നാലോ അത് ദുഃഖമാണ്. അപ്പോൾ കുറച്ച് ഉഷ്ണം കിട്ടിയാൽ നല്ലതാണ്. അപ്പോൾ എപ്പോഴും തണുപ്പ് സുഖപ്രദമോ എപ്പോഴും ചൂട് സുഖപ്രദമോ അല്ല. അത് അവസ്ഥയ്ക്കനുസരിച്ച് മാറുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. അതും എപ്പോഴും നമുക്ക് സുഖപ്രദമല്ല. ചിലപ്പോൾ സുഖപ്രദമാവാം, ചിലപ്പോൾ ദുഃഖപ്രദമാകാം. ഇതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള സന്നികർഷത്തിനുണ്ടാവുന്ന സുഖവും ചിലപ്പോൾ സുഖമായിരിക്കും, ചിലപ്പോൾ ദുഃഖമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സുഖദുഃഖങ്ങൾ ആ വിഷയങ്ങളിൽ നിന്നല്ല ലഭിക്കുന്നത്, തൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഭാവങ്ങളാണ്. തൻ്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഭാവങ്ങളാണ്. ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് വേണം? ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ പോലെ തന്നെ ശീത ഉഷ്ണ സുഖദുഃഖങ്ങളെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളെ, സുഖം, ദുഃഖം, മാനം, അപമാനം, നിന്ദ, സ്തുതി, ചൂട്, തണുപ്പ് എന്ന് തുടങ്ങിയവയൊക്കെ ദ്വന്ദ്വങ്ങളെയൊക്കെ സഹിച്ചാലും ഹേ ഭാരത, സഹിച്ചാലും എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ സഹിക്കാം. വേറെ വഴിയില്ല എന്നുള്ള നിലയ്ക്ക് സഹിക്കലാണ് സാധാരണ ജനങ്ങളുടെ പണി, കടിച്ചു പിടിച്ച് സഹിക്കുക. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. അറിവുള്ളവൻ്റെ സഹിക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഭാരത എന്നാണ് വിളിച്ചത്, അറിവിൽ ആനന്ദിക്കുന്നവനെന്നാണ് വിളിച്ചത്. അപ്പോൾ അറിവുള്ളവർ എങ്ങനെയാണ് സഹിക്കുക? അറിവില്ലാത്തവർ എങ്ങനെയാണ് സഹിക്കുക? അറിവില്ലാത്തവർ ഗതികേട് കൊണ്ട് സഹിക്കും, കാരണം വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് ദുഃഖിച്ച് സഹിക്കും. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് തിതിക്ഷ ചെയ്താലും എന്ന്. ഈ തിതിക്ഷ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിവേക ചൂടാമണിയിലെ ഒരു ശ്ലോകത്തെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ നല്ലതാണ്. സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം തിതിക്ഷാസാശുഭാമദാ. സഹനം സർവദുഃഖാനാം, സർവദുഃഖങ്ങളെയും സഹിക്കുക. അതെല്ലാവരും ഒരുപോലെ തന്നെ സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ ഇവിടെ അറിവുള്ളവരെ എങ്ങനെ സഹിക്കും? അറിവില്ലാത്തവരെ എങ്ങനെ സഹിക്കും? അതാണ് വിഷയം. അപ്രതീകാരപൂർവകം, പ്രതികാരവാഞ്ചയില്ലാതെ സഹിക്കുക. അത് അറിവുള്ളവനെ പറ്റും. കാരണം തൻ്റെ സുഖദുഃഖങ്ങൾക്ക് കാരണം താൻ തന്നെയാണ്, അത് മറ്റൊരാളല്ല. മറ്റൊരാൾ എന്നെ ദുഃഖിപ്പിച്ചാൽ ഞാൻ ദുഃഖിക്കാൻ തയ്യാറല്ല, മറ്റൊരാൾ സുഖിപ്പിച്ചാലും ഞാൻ സുഖിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്നുമല്ല സുഖദുഃഖങ്ങൾ ലഭിക്കുന്നത്, തന്നിൽ നിന്നാണ്. താനാണ് സുഖത്തിനും ദുഃഖത്തിനും കാരണം.
പ്രത്യക്ഷമായിട്ട് നമുക്ക് ചിലപ്പോൾ കാണുന്നത് മറ്റൊരാൾ നമ്മളെ ദുഃഖിപ്പിച്ചു, മറ്റൊരാൾ നമ്മളെ സുഖിപ്പിച്ചു എന്നായിരിക്കും. പക്ഷേ അത് ഇല്ല, മറ്റൊരാൾക്ക് നമ്മളെ സുഖിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ കഴിയില്ല. അതാണ് മേൽ പറഞ്ഞ ഉദാഹരണങ്ങളെ കൊണ്ട് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിൽ മറ്റൊരാളിൽ നിന്നാണ് നമുക്ക് ദുഃഖം ഉണ്ടായത് എന്ന് വിചാരിച്ചിട്ടാണ് ആ ദുഃഖം തന്ന ആളുകളോട് നമുക്ക് ദേഷ്യം ഒക്കെ വരുന്നത്. ദേഷ്യം മാത്രമല്ല, ചിലപ്പോൾ ആ ദുഃഖത്തിന് കാരണമായ ഒരാളെ നമ്മൾ എന്ത് ചെയ്യും, കൊന്നു കളഞ്ഞേക്കാം. കാരണം അയാൾ കാരണമാണ് എനിക്ക് ദുഃഖം വന്നത്. ഒരിക്കലുമല്ല, മറ്റൊരാൾ കാരണമല്ല നമുക്ക് സുഖദുഃഖങ്ങൾ വരുന്നത്. അത് നമ്മുടെ മനോഭാവമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് സഹനം സർവ്വദുഃഖാനാം പ്രതികാരവാഞ്ചയില്ലാതെ വന്നു ചേരുന്നവയെ സഹിക്കാനുള്ള കഴിവ് അറിവുള്ളവനേ ഉള്ളൂ. പിന്നെ പറയാ ചിന്താവിലാപരഹിതം. വേറെ ആരും കാരണമല്ല, എന്നിട്ട് നമ്മൾ താടിക്ക് കയ്യും കൊടുത്ത് ഒക്കെ ഈശ്വരവിധി എന്ന് പറയും. അതും ശരിയല്ല. ചിന്താവിലാപരഹിതം, ചിന്തിച്ച് വിലപിച്ച് സഹിക്കേണ്ടവയുമല്ല. പിന്നെ എങ്ങനെയാണ് അറിവുള്ളവൻ്റെ സഹനം എന്നുള്ളത്? ഇത് താൻ കാരണം തന്നെയാണ്, ഇത് ഒഴിവാക്കാൻ പറ്റില്ല. താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് തനിക്ക് സുഖദുഃഖങ്ങൾ വരുന്നത്. വേറൊരാൾക്ക് തന്നെ ദുഃഖിപ്പിക്കാനോ സുഖിപ്പിക്കാനോ സാധ്യമല്ല. ഒരു വിഷയങ്ങൾക്കും തന്നെ സുഖിപ്പിക്കാനോ ദുഃഖിപ്പിക്കാനോ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവിൽ താടിക്ക് കയ്യും കൊടുത്ത് വിധിയെയും പഴിച്ച് ഈശ്വരനെയും പഴിച്ച് അങ്ങനെയും സഹിക്കുന്നതല്ല അറിവുള്ളവൻ്റെ സഹനം. അപ്പോൾ വിലാപരഹിതം തിദിക്ഷ സാ ശുഭാമത. തിദിക്ഷ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആരുടെയും മേലേക്ക് കയറ്റിവെക്കാതെ, തന്നിൽ തന്നെ തൻ്റെ വിധിയെയും പഴിക്കാതെ, ആർക്കാണോ സുഖദുഃഖങ്ങളാദി ദ്വന്ദ്വങ്ങളെ മുഴുവൻ, സുഖം ദുഃഖം മാനം അപമാനം നിന്ദ സ്തുതി ചൂട് തണുപ്പ് പൂജ പരിഭവം തുടങ്ങിയ സർവ്വദ്വന്ദ്വങ്ങളെയും, രണ്ട് ചേർന്നവയാണ് ദ്വന്ദ്വങ്ങൾ, അവയെ സഹിക്കാനുള്ള കഴിവുള്ളത് അത് സഹിക്കാനുള്ള കഴിവാണ് ഇവിടെ സഹനം. അല്ലാതെ ആ സുഖം തന്ന ദുഃഖം തന്നത് മറ്റു വസ്തുക്കളിൽ നിന്നാണ്, മറ്റു വിഷയങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ആ സുഖം തന്നതിലേക്ക് ആകൃഷ്ടനായിട്ട് പോവുക അല്ല. അത് സ്ഥായിയായി നിലകൊള്ളുന്നതല്ല, ആഗമാവായികളാണ്, വന്നു പോകുന്നവയാണെന്നുള്ള തിരിച്ചറിവ് വേണം. എപ്പോഴും ഒരു സുഖവസ്തു അല്ല, എപ്പോഴും ഒരു ദുഃഖവസ്തു അല്ല. സുഖം വന്നാൽ എന്തുണ്ടാവും? അത് കുറച്ച് കഴിഞ്ഞാൽ ദുഃഖമാവും. ദുഃഖം വന്നാൽ എന്താവും? അത് സുഖമാവും. എത്ര വലിയ സുഖം വന്നാലും അടുത്ത സന്ദർഭത്തിൽ അത് ദുഃഖമായി തീരും. എത്ര വലിയ ദുഃഖം വന്നാലും നമ്മൾ വിഷമിക്കേണ്ട, അടുത്ത് സുഖം വരാൻ പോകുന്നുണ്ട്. ആഗമാവായികളാണ്, ആഗമിച്ച് വന്നു ചേർന്ന് പോകുന്നവയാണ് എല്ലാം. ഇത് മനസ്സിലാക്കിയിട്ട് ഇവയെ സഹിക്കാനുള്ള കരുത്ത് നേടൂ എന്നാണ് ഇവിടെ ഉപദേശം.